കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രാഹുലിന്റെ ഫോണിലേക്ക് ആ കോളെത്തുവാണ്. ആ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രാഹുൽ ഭയങ്കര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ്. അതെയോ? അതെ, പറഞ്ഞ പോലെയൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ അല്ലേന്ന് ചോദിക്കാണ്. അതെ സാറേ, സാറിന് ഒന്നുകൊണ്ടും പേടിക്കണ്ട. പിന്നെ പറഞ്ഞ എമൗണ്ട് അതിന്റെ കാര്യത്തിൽ ഒരു വാക്കുവ്യത്യാസം കാണിക്കരുത് കേട്ടോ. ഇപ്പൊ തന്നെ അത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയാം. അതൊന്നും ഓർത്ത് നിങ്ങൾ വേദനിക്കണ്ട. ഇപ്പൊ തന്നെ ആ പണം അങ്ങോട്ട് അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് പറയാണ്. പിന്നെ രാഹുലിന് സന്തോഷം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. താൻ ഏർപ്പാടേക്ക് ഗുണ്ടകള് താൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. കാർ അങ്ങനെ പൊട്ടിത്തെറിച്ചു. ആ സന്തോഷ വാർത്താനമാണ് അവര് വിളിച്ചു പറഞ്ഞത്. അതിന്റെ സന്തോഷത്തിൽ രാഹുലിൽ നിന്ന് കയറി തുള്ളിച്ചാണെന്ന് തോന്നി. ഇപ്പം സോണിയും രൂപയൊക്കെ കിടന്ന് സങ്കടപ്പെട്ട് കരയാൻ പോവായിരിക്കും. ആ കാഴ്ച ഒന്ന് കാണാൻ പറ്റുന്നില്ല എന്റെ ഭഗവാനെ എന്നൊരു ചിന്തയായിരുന്നു രാഹുലിന്റെ ഉള്ളിലുണ്ടായിരുന്നേ. പിന്നെ രാഹുൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അവനിട്ട് അതാൻ കൊടുക്കാൻ പറ്റാ മനോഹരനിട്ട് അടുത്ത അടി അവനിട്ടായിരിക്കും. ഈ രാഹുലിനോട് അവന്റെ കളി അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്വയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹർ അങ്ങോട്ട് വരുന്നേ. മനോഹർ വന്നിട്ട് അല്ല അമ്മായിച്ച ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്നാ സ്വന്തമായിട്ടൊക്കെ ഇരുന്ന് വർത്താനം പറയണെന്ന് ചോദിക്കണം. അതേടാ, ഇനി ഞാനിപ്പോ സ്വന്തമായിട്ട് വർത്താനം പറഞ്ഞു തരും. എനിക്കിനിയിപ്പോ സന്തോഷത്തിന് നാളുകളാ വരാൻ പോകുന്നു പറയണം. എന്തോ കാര്യമായിട്ട് കോളത്തെ ലക്ഷണം ഉണ്ടല്ലോ. എന്താ എന്തെങ്കിലും പ്ലാനും പദ്ധതികളും ഒപ്പിച്ചോന്ന് ചോദിക്കണം. അതേടാ, നിന്നെ ഇല്ലാതാക്കാനുള്ള പ്ലാൻ ഒപ്പിച്ചിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിലാന്ന് പറയും. ഓ, അതൊക്കെ എന്റെ അമ്മായിച്ചന്റെ വെറും തോന്നല് മാത്രമല്ലേ. എന്റെ ഒന്ന് ചെറുവില്ലിൽ പോലും തൊടാൻ പോലും എന്റെ അമ്മായിച്ചന് സാധിക്കില്ല. അതിനുള്ള കഴിവൊന്നും എന്റെ അമ്മായിച്ചനില്ല എന്ന് പറയണം. പിന്നെ അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ പോരല്ലോ. എന്റെ മോളുടെ ജീവൻ നശിപ്പിച്ചു. എന്റെ മോളുടെ അല്ല. ഇപ്പൊ നീ പുതിയ പ്ലാനുകളും പദ്ധതികളായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുമല്ലേ. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലടാ. ഈ രാഹുൽ ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ ഇനി ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡില് നിങ്ങൾ ഈ വീടിന് പുറത്താ. അറിയാലോ പിന്നെ എന്താ സംഭവിക്കാന്നുള്ളേ. അതേടാ, നീ കുറെ കാലമായി അത് പറഞ്ഞതിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നേ. എന്റെ മോളുടെ ജീവിതം നീ അത് വെച്ചല്ലേ അമ്മാനം അടിക്കൊണ്ടിരിക്കുന്നേ. ഇനി ഇപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നോടാ നിന്റെ കളിയല്ലേ എന്ന് പറയാണ്. പെട്ടെന്ന് മനോഹരന് തോന്നി ഇയാൾ എന്തൊക്കെയോ പ്ലാനുകളൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. അതിന്റെ സന്തോഷം അത്. ഇങ്ങനെ അവർ രണ്ടുപേരും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സരയും ശാരിയും അങ്ങോട്ട് വരുന്നേ. ശാരി ചോദിച്ചു, രാവിലെ നിങ്ങൾ തുടങ്ങിയോ മരുമോനോട് കിടന്നിട്ടുള്ള നിങ്ങളുടെ അഭ്യാസം ചോദിക്കണം. അതേടി, അതെ ഞാൻ അങ്ങനെ പലതും ചെയ്യും. നിനക്ക് എന്താന്ന് ചോദിക്കണം. ഓ എന്റെ പൊന്നു മനുമോനെ, നിനക്ക് വല്ല ഒരു കാര്യമുണ്ടോ ഇങ്ങേരോട് പോയി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട്? ഇങ്ങർക്ക് തലയ്ക്ക് പ്രാന്ത. ആ ഒപ്പം തന്നെ നിങ്ങൾ തുള്ളേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം. അതേ അമ്മായിച്ചൻ പറയുന്നത് എന്താ അറിയോ? എന്നെ ഇല്ലാതാക്കൂന്ന്. എന്നെ ഇല്ലാതാക്കിയിട്ട് സരയുനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കൂന്ന്. ഇത് സരയുനെ സഹിച്ചില്ല. എന്റെ അച്ഛന്റെ ആഗ്രഹം കൊള്ളാം, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ അച്ഛനെ തീർക്കാൻ പോകുന്നത് ഞാനായിരിക്കും. അച്ഛന് പൂതി കൊള്ളാം. അച്ഛനിപ്പം ഒരു മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരിക്കും. എന്റെ മനുവേട്ടനെ ഇല്ലാതാക്കിയിട്ട് അപ്പുറത്തെ ദുഷ്ടനുണ്ട് ആ കിരണ്, അവനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി ആർത്താന്ന്. അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേരാട്ടോ. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറയണം. വെട്ടി തുറന്ന് ഇങ്ങനെ സരയെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മനു ചോദിച്ചു, അങ്ങനെയാണോ? മനുവിനെ അറിയാവുന്ന കാര്യങ്ങളാണ്. മനു പെട്ടെന്ന് അങ്ങോട്ട് അഭിനയിക്കണം. അങ്ങനെയാണല്ലേ കാര്യങ്ങളൊക്കെ അല്ലേ, വെറുതെ അല്ല. അങ്ങനെയാണ് ഇനിയിപ്പോ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറയണം. പെട്ടെന്ന് ശാരി വിളിച്ചു, മോനെ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേടാ മോനെ. ഇത് നിന്റെ അമ്മായിച്ചവർ സമ്മതം തെറ്റി ഓരോന്നും പറയുന്നതല്ലേ. അത് നീ ഇങ്ങനെ കിടന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാണ്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്റെ അമ്മായിച്ചനെ വല്ല മെന്റൽ ഹോസ്പിറ്റലിലും കൊണ്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഏറ്റവും നല്ല ഷോക്ക് അടിപ്പിക്കുന്നതായിരിക്കും എന്ന് പറയാം. ഷോക്ക് നിന്റെന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കുവാണ്. പെട്ടെന്ന് ടേബിളില് കുറെ ആപ്പിൾ ഒരു കത്തിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ആ കത്തി ചാടി മനുവും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ കത്തി ഇവിടെ ഇരിക്കുന്ന ഡേഞ്ചറാ. ഒരു പക്ഷേ അച്ഛന് ദേഷ്യം വന്നാൽ ചിലപ്പം അച്ഛൻ ഇത് വെച്ച് നമ്മളെ കുത്തി കീറുമെന്ന് പറയാണ്. രാഹുലിന്റെ ദേഷ്യം വന്നു. അതേടാ, നിന്നെ കുത്തി കീറുന്നുണ്ട്. ഒരു ദിവസം ഞാൻ നിന്റെ നെഞ്ചത്തെ ഞാൻ കത്തിയാൻ ആഴത്തിൽ കുത്തി ഇറക്കുമെന്ന് പറയാണ്. ശാരി പറഞ്ഞു, ഇങ്ങേർക്ക് ഇപ്പൊ മുഴു ഭ്രാന്തായെന്ന് തോന്നേ. ഇങ്ങേരുടെ പെങ്ങടെ മോളുടെ കല്യാണം അവിടെ നടന്നുകൊണ്ടിരിക്കുക. ആ കാഴ്ച അവിടെ കാണാനായിട്ട് നിനക്ക് പോകാൻ മേലായിരുന്നു. പിന്നെ എന്തിനാ ഇവിടെ കെട്ടിയിരുന്നത്? ഉള്ള പണവും കൊണ്ട് നശിപ്പിച്ചിട്ട് ഇത്രയും കാലം എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. പറഞ്ഞോണ്ടിരുന്ന എന്താ, സ്വന്തം മോൾക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്ന്. എന്നിട്ട് അവൾ അനുഭവിക്കേണ്ട സ്വത്താ ഇപ്പൊ വേണ്ടേ വേറൊരു പോയി അനുഭവിക്കുന്നേ. എന്നിട്ട് അതെല്ലാം കണ്ട് സുഖിച്ചു കയറി ഇരിക്കുക മറ്റുള്ളവരെ ചീത്ത പറഞ്ഞുകൊണ്ട്. ഇതിനെല്ലാം നിങ്ങളെ വല്ല ഭാഗ്യം കൊള്ളു എന്റെ മനുഷ്യാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാഹുലിന്റെ ദേഷ്യം, അതേടി നീ ഇങ്ങനെ തന്നെ പറയണം. അല്ലെങ്കിലും ഇത്രയും കാലം നിനക്കൊക്കെ വേണ്ടി ജീവിച്ച എന്നോട് തന്നെ വേണം ഇങ്ങനെയൊക്കെ പറയാനെന്ന് പറയണം. അതെ,
അല്ല നിങ്ങൾ ജീവിച്ചെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടത്തിന് മാത്രമല്ലേ ജീവിച്ചേ, അല്ലാതെ എന്റെ മോൾക്കും എനിക്കും വേണ്ടി ജീവിച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ജീവിച്ചവനാണെങ്കിൽ ഇപ്പൊ ആ സ്വത്ത് വേറുള്ളവർ കൊണ്ടുപോകത്തില്ലായിരുന്നു. എന്ത് വില കൊടുത്തും ആ സ്വത്ത് എന്റെ മോളുടെ പേർക്ക് എഴുതിയാനെന്ന് പറയാം. അത് നിങ്ങളോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വാ മോളെ, നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറയാണ്. പൊക്കോടി പൊക്കോ. നീയൊക്കെ ഒരു ദിവസം സത്യങ്ങളൊക്കെ തിരിച്ചറിയും. ഈ രാഹുൽ ആരാന്നും ഈ രാഹുലിന്റെ വില എന്താ നിങ്ങൾ സത്യം തിരിച്ചറിയും. അന്ന് നിങ്ങൾ ഈ രാഹുലിന്റെ കാൽക്കീഴിലേക്ക് വരുമെന്ന് പറയാം. പിന്നെ ആരേണ്ട് വരായിരിക്കുന്നു. ഞാൻ എന്റെ മനുവേട്ടനെയും കൂടി ഞാൻ അമേരിക്കക്ക് പോകാൻ പോവാ. അപ്പൊ ശാരി പറഞ്ഞു, മോളെ എന്നെ ഇവിടെ ഇട്ടിട്ട് പോവരുത്. ഞാൻ നിങ്ങളുടെ വരുക. ഇങ്ങേരുടെ അടുത്തെങ്ങനെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനേക്കാളും വലിയ വട്ടായി പോകും. അല്ലെങ്കിൽ മിക്കവാറും ഇങ്ങേരെന്നെ കൊന്നു കളയെന്ന് പറയാം. ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും എല്ലാത്തിനും ഞാൻ തീർക്കുന്ന ലക്ഷണം കാണുന്നുണ്ടെന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങേർക്ക് പ്രാന്താന്നും പറഞ്ഞ് അവരങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന രജിസ്റ്റർ നടക്കുന്ന ഓഫീസിലേക്ക് എല്ലാവരും കൂടെ വരുമായിരുന്നു. ഈ സമയം ദീപ എന്ത് ചെയ്യുവാണ്? ദീപ രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയി. ക്ഷേത്രത്തിൽ പോയിട്ട് സോണിക്ക് വേണ്ട വഴിപാടുകളൊക്കെ നടത്തി. വിക്രമിന്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തന്റെ മോൻ കാരണമാണ് സോണിയുടെ ജീവിതം നശിച്ചുപോയത്. ഇനിയെങ്കിലും അവൾക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോയി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഭഗവാനെ, എൻ്റെ മോൻ കാരണമാണ് അവളുടെ ജീവിതം നശിച്ചു പോയത്. ഇനിയെങ്കിലും അവൾക്കും ആ കുഞ്ഞിനും നല്ലൊരു ജീവിതം കൊടുക്കണം. ഈ വിവാഹം മംഗളകരമായി നടക്കണം. ഒരു ആപത്തും ഉണ്ടാകരുതേ. ആരും ഒരു തടസ്സങ്ങളായിട്ട് മുന്നോട്ട് വരരുത്. എൻ്റെ മകനെന്ന് പറയുന്നവനും അയാളും ചേർന്നിട്ട് എന്തൊക്കെ ചതികളാ മോളോട് ചെയ്തേ. അതെല്ലാം സഹിച്ച് ഇവിടം വരെ അവൾ എത്തിച്ചേർന്നു. ഇനി അവളെ കഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ നടത്തിയ നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് വരുന്നത്. ഈ സമയത്ത് സോണിയും കിരണും എല്ലാവരും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോണിയെ കണ്ടപടി ദേവി ഓടി അങ്ങോട്ട് വരുവാണ്. വന്നിട്ട് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദമൊക്കെ നെറ്റിയെ തൊട്ടു കൊടുക്കുകയാണ്, ചന്ദനമൊക്കെ. എന്നുവെച്ചു അമ്മ രാവിലെ അമ്പലത്തിൽ പോയെന്ന് കല്യാണി ചോദിക്കുകയാണ്. കല്യാണം അപ്പോൾ അമ്പലത്തിൽ പോയി മോളെ, പോകാതിരിക്കാൻ പറ്റുമല്ലോ. എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പോയല്ലേ. എൻ്റെ എത്ര കാലത്തെ പ്രാർത്ഥനയായിരുന്നു. എൻ്റെ മോൻ കാരണം നശിച്ചു പോയ ജീവിതം അത്. അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ മോള് നല്ല സന്തോഷത്തോടെ ജീവിക്കണം. എൻ്റെ മോൻ്റെ കുഞ്ഞല്ലേ അപ്പോൾ ചാരുമോള്, അവൾക്ക് നല്ലൊരു ജീവിതം വേണ്ടേ, അവൾക്ക് ഒരു അച്ഛനെ വേണ്ടേന്ന് ചോദിക്കുകയാണ്. സോണി പറഞ്ഞു, അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇനി അമ്മയുടെ മോള് നല്ല സുഖമായിട്ട് ജീവിക്കും. ആൽബേട്ടൻ നല്ലവനാ. ആൽബേട്ടൻ എന്നെ പൊന്നുപോലെ നോക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയാണ്. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ഞാൻ ഇന്ന് ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കുന്ന അത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. കല്യാണ മോൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവാനും മോൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ടു. ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ലെന്ന് ദൈവം പറയാണ്. കല്യാണം പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുകയാണ്. പിന്നെ എങ്ങനെ പറയാതിരിക്കും? എൻ്റെ മോനുണ്ടല്ലോ, എൻ്റെ മോനും പിന്നെ അയാളുടെ അച്ഛനും കൂടെ അവരൊക്കെ എന്ത് ദുഷ്ടത്തര കാണിച്ച സോണിമോളോട്. ഈ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ ചെന്ന് എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തേ. സ്വന്തം മോളല്ലാന്ന് പോലും പറഞ്ഞു കൊടുത്തു. ഇത്രയൊക്കെ ദുഷ്ടത്തരം ചെയ്ത് അവർക്ക് എപ്പോഴും ദൈവം അതിനുള്ള ശിക്ഷ കൊടുത്തോളും. നമ്മളല്ല കൊടുക്കുന്നേ, അത് ദൈവമാണ് കൊടുക്കുന്നേ. അല്ല, അവരെ കല്യാണം വിളിച്ചിട്ടുണ്ടോന്ന് കല്യാണോട് ചോദിക്കുകയാണ്. ഇല്ലമ്മേ, അവരെ കല്യാണം വിളിച്ചിട്ടെന്ന് പറയാം. സോണിയോട് പറഞ്ഞു, കല്യാണം വിളിക്കാൻ മേലായിരുന്നോ മോളെ? ആ ദുഷ്ടം വന്ന് കാണട്ടെ. മോളുടെ കഴുത്തിൽ ആൽബി താലി കെട്ടുന്നേ. അവൻ അത് കണ്ട് ചങ്ക് തകരണം. അവന് നഷ്ടപ്പെട്ടു പോയത് എത്ര വലുതാന്ന് അവൻ വിചാരിക്കണം. അതായിരുന്നു മോള് ചെയ്യേണ്ടിയിരുന്ന് പറയാണ്. അതിനൊക്കെ ഇനി സമയമുണ്ടമ്മേ. ആൽബേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം വിളിച്ചേക്കാന്ന്. അങ്ങനെയൊക്കെ പറയുവാണ്. ഇതെല്ലാം കേട്ടോണ്ട് അങ്ങോട്ട് ചന്ദ്രസേനം വരുന്നേ. അല്ല, ചന്ദ്രസേനം പറഞ്ഞു, എല്ലാരും കൂടെ ഇങ്ങനെ നിൽക്കുവാണോ? ഇവിടെ എന്തൊക്കെയായിരുന്നു? അപ്പൊ കൂടെ പാറും കൂടെ ഉണ്ട്. കല്യാണം ഭയങ്കര ആർഭാടമായിട്ട് നടത്തണമെന്ന് പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും ഇപ്പം? എന്നിട്ടാണ് ഒരു ചെറിയ രീതിയിലെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് കല്യാണം പറഞ്ഞു, ഇതൊക്കെ മതി അച്ഛാ, ഇതിന്റെ ആവശ്യമല്ലേ ഉള്ളെന്ന് ചോദിക്കുകയാണ്. സോണിയും പറഞ്ഞു, ഞാനാ പറഞ്ഞ കല്യാണ്ട് വലിയ ആർഭാടം ഒന്നും നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഒരു ചെറിയ രീതിയിലൊരു ചടങ്ങ് മാത്രം മതി. പിന്നെ കല്യാണം പറഞ്ഞു, സദ്യയൊക്കെ അവിടെ വീട്ടിലുണ്ടാക്കുന്നുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് സേനം പറഞ്ഞു, അതുപോരാ, ഞങ്ങളുടെ കല്യാണം വലിയ ആഘോഷപൂർവ്വം കൊണ്ടാടാൻ നിങ്ങളൊക്കെയല്ലേ തീരുമാനിച്ചേ, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചോദിക്കുകയാണ്. ഇനിയിപ്പം നമ്മുടെ വീട്ടിൽ അടുത്തടുത്തെങ്കിലും പെട്ടെന്നൊരു കല്യാണമില്ല, അതുകൊണ്ട് നമുക്ക് ഇതും കൂടെ ഗംഭീരമാക്കണമെന്ന് പറയാണ്. ഈ സമയത്ത് കിരണും കൂടെ അങ്ങോട്ട് വന്നു. കിരണോട് ചോദിച്ചു, അല്ല മോനെ വിളിച്ചായിരുന്നു, ആൽബി മോനെ വിളിച്ചായിരുന്നു ചോദിക്കും. ഇല്ല അച്ഛാ, ഒന്ന് വിളിച്ചു നോക്കാന്ന് പറയാണ്. ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിരണിന്റെ ഫോണിലേക്ക് ആ കോള് വരുന്നത്. അപ്പൊ ഈ സമയത്താണെങ്കിൽ കുറെ സമയത്ത് ആൽബി വിളിക്കുന്നില്ല, അവരൊന്നും എത്തിയിട്ടില്ല. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സോണിയുടെ മുഖത്ത്. അപ്പൊ സോണി അതിനെക്കുറിച്ച് കല്യാണി പറയുന്നുണ്ട്. കല്യാണി ചോദിച്ചാൽ എന്താ? അല്ല, ഇതുവരെയായിട്ട് അവരെത്തിയിട്ടില്ല, അതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കില്ല, അവരിങ്ങോട്ട് എത്തിക്കോളൂ എന്ന് പറയാണ്. മുമ്പേ വിളിച്ചപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയെന്നല്ലേ പറഞ്ഞേ, പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണേന്ന് ചോദിക്കുകയാണ്. മുഹൂർത്തത്തിന് ഇനി സമയമുണ്ടല്ലോ, അവരിങ്ങ് എത്തട്ടെ എന്ന് പറയണം. പക്ഷെ ആ സമയത്ത് കല്യാണിന്റെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായി. ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റും, രാഹുൽ ആ ദുഷ്ടൻ, അവൻ എന്ത് ചെയ്യാൻ മടിക്കാത്തവനാ, ആ ഒരു ചിന്തയുണ്ടായിരുന്നു. ഈ സമയത്ത് കിരണിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്.
കിരൺ ആ കോൾ എടുത്ത് അറ്റൻഡ് ചെയ്തിട്ട് കിരൺ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അതുമായിട്ട് ഞാൻ വരാട്ടോ. പിന്നെ ആൽബിക്കും അവർക്കൊക്കെ എന്ത് സംഭവിച്ചെന്ന് അറിയണ്ടേ? ഒന്നും സംഭവിക്കാൻ വഴിയില്ല. ഇനിയിപ്പോ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ആൽബിക്ക് ഒന്നും സംഭവിക്കില്ലെന്നാണ്. നിർത്തിയിട്ടിരിക്കുന്ന കാറ് കത്തുന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പ്രമോയിൽ കണ്ടത്. അപ്പൊ അതിനർത്ഥം എന്താ? കാറിനകത്ത് ആരും ഇല്ലെന്നാണ്. ഒരുപക്ഷെ ഇതിനു മുമ്പ് തന്നെ അവര് കാറിൽ നിന്ന് മാറിയിട്ടുണ്ടാവാം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെങ്ങാനും ചിലപ്പോൾ ആൽബി എന്തെങ്കിലും വാങ്ങിക്കാൻ പുറത്തേക്ക് പോവോ, അല്ലെങ്കിൽ ആൽബിക്ക് കോള് വന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്തോ അങ്ങനെയുള്ള കാറ് പൊട്ടിത്തെറിച്ച് എന്ന് പറയാൻ പറ്റില്ല ആ സമയത്താണോന്ന്. ആ സമയത്തിന് കാറിനകത്ത് അച്ചായനോ അച്ചായൻ്റെ ഭാര്യ ഉണ്ടോന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ കണ്ടു പ്രമോയ്ക്കകത്ത് അവര് വന്നെല്ലാവരും ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന കിരണും ചന്ദ്രസേനും ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ അഗസ്റ്റിനാച്ചാൻ എന്തൊക്കെ പറ്റിയിട്ടാണെന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇനി ഫുൾ വിശേഷം വന്നുമ്പോ കൃത്യമായിട്ട് അറിയാം കേട്ടോ എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പൊ ആ വിശേഷങ്ങളുമായിട്ട് അത് വന്നു കഴിയുമ്പോൾ ഉടനെ ഞാൻ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.